നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധമേഘങ്ങൾ കൂടുതൽ കനത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇറാന്റെ തന്ത്രപ്രധാന നഗരമായ ഇസ്ഫഹാനിൽ അമേരിക്ക നടത്തിയ വൻ വ്യോമാക്രമണം ലോകത്തെ വീണ്ടും ഒരു വലിയ യുദ്ധഭീതിയുടെ നിഴലിലാക്കിയിരിക്കുകയാണ്. മാസങ്ങൾ പിന്നിട്ട ഇറാൻ ഇസ്രയേൽ സംഘർഷം ഇപ്പോൾ അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടലിലൂടെ പുതിയൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇറാന്റെ ആയുധപ്പുരകളും ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളും ലക്ഷ്യം വെച്ച് അമേരിക്ക നടത്തിയ ഈ നീക്കം മേഖലയിലെ സൈനിക സമവാക്യങ്ങളെ പൂർണ്ണമായും മാറ്റിമറിക്കുന്ന ഒന്നാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതോടെ നയതന്ത്ര ചർച്ചകൾക്ക് പകരം സൈനിക നടപടികളിലൂടെ കാര്യങ്ങൾ നീങ്ങുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ലോകത്തിന് ലഭിക്കുന്നത്. ഇസ്ഫഹാനിലെ കൂറ്റൻ ആയുധശേഖരം തകർക്കുന്നതിനായി അമേരിക്ക ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചു എന്നത് ഈ ആക്രമണത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. ഏകദേശം 907 കിലോഗ്രാം ഭാരമുള്ള ഈ അത്യാധുനിക ബോംബുകൾ ഭൂമിക്കടിയിലുള്ള കോൺക്രീറ്റ് കവചങ്ങൾ തുളച്ചുകയറി ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിയ ശേഷം മാത്രം പൊട്ടിത്തെറിക്കുന്നവയാണ്. നാസയുടെ അഗ്നിശമന നിരീക്ഷണ ഉപഗ്രഹങ്ങൾ നൽകുന്ന വിവരങ്ങൾ പ്രകാരം സൈനിക താവളങ്ങൾ ഏറെയുള്ള സോഫ പർവ്വത മേഖലയിലാണ് സ്ഫോടനങ്ങൾ നടന്നത്. ആദ്യ സ്ഫോടനത്തിന് പിന്നാലെ ആയുധപ്പുരകളിൽ സൂക്ഷിച്ചിരിക്കുന്ന മിസൈലുകളും മറ്റ് സ്ഫോടക വസ്തുക്കളും കത്തിയമർന്നതിനെ തുടർന്നുണ്ടായ സെക്കൻഡറി സ്ഫോടനങ്ങൾ നഗരത്തിന്റെ രാത്രി ആകാശത്തെ തീഗോളങ്ങളാൽ മൂടി. ആണവ സാങ്കേതിക വിദ്യയുടെയും പ്രതിരോധ വ്യവസായങ്ങളുടെയും കേന്ദ്രമായ ഇസ്ഫഹാനെ ലക്ഷ്യം വെച്ചതിലൂടെ ഇറാന്റെ സൈനിക നട്ടല് തകർക്കുക എന്നതാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. ഇസ്ഫഹാൻ ലക്ഷ്യം വെക്കപ്പെട്ടതിന് പിന്നിൽ കൃത്യമായ തന്ത്രപരമായ കാരണങ്ങളുണ്ട്. ഇറാന്റെ പക്കലുള്ള 60% വരെ ശുദ്ധീകരിച്ച ഏകദേശം 534 കിലോഗ്രാം യുറേനിയം ഇവിടെ ഭൂഗർഭ തുരങ്കങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ കരുതുന്നത്. ആണവായുധ നിർമ്മാണത്തിന് തൊട്ടടുത്ത ഘട്ടമായി ശേഖരം തകർക്കുക എന്നതായിരുന്നു ആക്രമണത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യം. 2025 ജൂണിൽ നടന്ന 12 ദിവസത്തെ യുദ്ധത്തിന് മുന്നോടിയായി ഇറാൻ തങ്ങളുടെ ആണവശേഖരം ട്രക്കുകളിൽ ഇസ്ഫഹാനിലെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നതിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. ആണവായുധം നിർമ്മിക്കുവാൻ ഇറാനെ അനുവദിക്കില്ലെന്ന കടുത്ത നിലപാടുള്ള അമേരിക്കയ്ക്ക് ഈ കേന്ദ്രങ്ങൾ വലിയ ഭീഷണിയായിരുന്നു. നിലവിലെ ആക്രമണത്തിൽ ആണവ വികിരണങ്ങൾ പുറത്തുവന്നതായി സ്ഥിരീകരണമില്ലെങ്കിലും ഇറാന്റെ ഏറ്റവും വലിയ ആസ്തികൾ ലക്ഷ്യം വെക്കാൻ തങ്ങൾ മടിക്കില്ല എന്ന സന്ദേശമാണ് അമേരിക്ക നൽകുന്നത്. ഈ സൈനിക നീക്കം ആഗോള വിപണിയിലും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞു. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്ക് ഇറാൻ ഭാഗികമായി ഉപരോധിച്ചത് ഊർജ്ജ മേഖലയിൽ വലിയ അസ്ഥിരതയുണ്ടാക്കി. അമേരിക്കൻ ഇസ്രായേൽ കപ്പലുകൾക്ക് ഈ പാതയിലൂടെ കടന്നുപോകാൻ ഇറാൻ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധം ഇനിയും കടുക്കുകയാണെങ്കിൽ എണ്ണവില 2008 റെക്കോർഡ് നിരക്കിലേക്ക് ഉയരുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ഭയപ്പെടുന്നത്. സൗദി അറേബ്യ, ഈജിപ്ത്, തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ സമാധാന ചർച്ചകൾക്ക് ശ്രമിക്കുന്നുണ്ട് എങ്കിലും ട്രംപിന്റെ കർക്കശ നിലപാടുകളും ഇറാന്റെ തിരിച്ചടിക്കാനുള്ള തീരുമാനവും മേഖലയെ ഒരു ലോക മഹായുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുകയാണ്. നയതന്ത്ര പരിഹാരങ്ങൾ ഇല്ലാതാവുകയും സൈനിക നടപടികൾ മുൻതൂക്കം നേടുകയും ചെയ്യുന്നത് ആഗോള സുരക്ഷയ്ക്കും സാമ്പത്തിക വ്യവസ്ഥയ്ക്കും വലിയ വെല്ലുവിളിയാകും ഉയർത്തുക. വെബ് ഡെസ്ക് തത്തുമൈ TV.